താഴോട്ട് വരാൻ പറ, കുറച്ച് ടൈമല്ലേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഫോട്ടോസ് എടുത്തിട്ട് പോവാം. ആരെങ്കിലും അവളുടെ കൂടെ വന്നോ? ജസ്റ്റ് താഴോട്ട് ഈ അമ്പലത്തിന്റെ ഫ്രണ്ടിലുണ്ട് ഞങ്ങള്. അവരുടെ അവിടെ നിൽക്കുക, അവരൊക്കെ വരുന്നേ ഉള്ളൂ. അയ്യപ്പ എടാ, എന്റെ ലവ് സ്റ്റോറി പറയാം. ഞാൻ അവന്റെ വിറയല് കണ്ട് സന്തോഷിച്ചോണ്ടിരിക്കുകയായിരുന്നു, അവന്റെ ആ ടെൻഷനും. അവൻ പറയാറ് ഇന്നലെ അവൻ ഉറങ്ങാൻ പറ്റിയില്ല, രാവിലെ ആവുമ്പോൾ ഭർത്താവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഇത്രയും നാളുകൾ അറിയാവുന്നത് കൊണ്ട് അവന്റെ ജീവിതം മാറിയത് കാണുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെന്റ്, അത്രേ ഉള്ളൂ. സന്തോഷം രണ്ടുപേരും. ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്നുവെച്ചാൽ എല്ലാം കഴിഞ്ഞ് വിഷ്ണുവിടെ വീട്ടുകാരെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റും, അവിടെ താമസിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്യണം, എൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഒരു ടെൻഷനുണ്ട്, പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് മാറിപ്പോകുന്നതിൻ്റെ ഒരു വിഷമമുണ്ട് എനിക്ക്. ഇന്ന് ആളെ കണ്ടിട്ട് നല്ല സന്തോഷം തോന്നി, നല്ല രസമുണ്ടായിരുന്നു ആളെ കാണാൻ. ആദ്യം കണ്ടപ്പോൾ തന്നെ നല്ല ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, പിന്നെയും നല്ല രസമുണ്ടായിരുന്നു ആളെ കാണാൻ. പുള്ളിക്കാരി എൻ്റെ ബാച്ച്മേറ്റാ, ഒരേ ബാച്ചിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത് തന്നെ. അത് കാരണം അങ്ങനെ അങ്ങനെ നമ്മൾ കമ്പനി ആയത്. എനിക്കാണ് ആദ്യം ഇഷ്ടം തോന്നിയത്, അങ്ങനെ ഞാനാണ് ആദ്യം പ്രപ്പോസ് ചെയ്യുന്നത് പുള്ളിക്കാരി അടുത്ത്. ഈ കുളം അങ്ങനെയല്ല, ആക്ച്വലി ഞാൻ കുറെ നാൾ പുറകെ നടന്നായിരുന്നു, ഒരു 2 കൊല്ലത്തോളം ഞാൻ പുറകെ നടന്നായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരി ഓക്കെ പറഞ്ഞത്. അങ്ങനെ വിഷ്ണു പുറകെ നടന്ന് വിഷ്ണുവിന്റെ പെർസിസ്റ്റൻസിന്റെ ഭാഗമായി സംഗീ അടിയറവ് വെച്ചതാണ്. ആ ടൈമിൽ ഞാൻ അങ്ങനെ അത്രയും പ്രിപ്പയർ ഒന്നും ആയിരുന്നില്ല. ഞാൻ വെച്ച് നോക്കാം, വെയിറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. പിന്നീട് പക്ഷെ നമ്മൾ ഇച്ചിരി കൂടെ നല്ല ഫ്രണ്ട്സ് ആയി, നല്ല കമ്പനിയായി. അപ്പോൾ പിന്നെ എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസ് ആണെന്ന് മനസ്സിലായി അവൻ. അങ്ങനെ അപ്പോൾ നമ്മൾ ഇച്ചിരി കൂടെ ഒഫീഷ്യലായിട്ട് ഫ്രണ്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചതാണ്. അങ്ങനെ ഭയങ്കര കൂളാണ് ഇച്ചിരിയും കൂടെ. ഞാൻ ഇച്ചിരിയും കൂടെ ഒക്കെ ഭയങ്കര ഒരുമാതിരി ഓവർ തിങ്കറൊക്കെ ആയിട്ട് ഭയങ്കര ഇച്ചിരി കൂടെ ഒക്കെ പ്രഷറായിട്ട് ജീവിക്കുന്ന ഒരാള്. വിഷ്ണു അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കാമും ഭയങ്കര കൂളുമാണ്. അപ്പൊ അവൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമുക്കും അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അതേ ആളെ പോലെ തന്നെ ഒന്നും എൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ളത് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്. ഞാൻ ഫസ്റ്റ് മീറ്റ് ചെയ്തതും സംസാരിച്ചതും എൻ്റെ ഫ്രണ്ടായിട്ടുള്ള വിഷ്ണുവിനെ തന്നെ എനിക്ക് ഫ്യൂച്ചറിലും വേണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കൊരു ഭയങ്കര സംസാരിക്കാൻ പറ്റിയൊരു സ്പേസാണ് അവൻ. ആ ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും അങ്ങനെ തന്നെ ത്രൂ ഔട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അവരുടെ ജേർണി ഞങ്ങൾ ഫസ്റ്റ് മുതലേ അറിയുന്നത് ഹാപ്പിയാണ്. ടുഡേ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ് ഞങ്ങൾക്ക്. ഞങ്ങൾ എല്ലാവരും വർഷങ്ങളായി വെയിറ്റ് ചെയ്തൊരു മൂമെന്റ് ആണ്. ഞങ്ങൾ മാത്രമല്ല ഹോൾ QMC അങ്ങനെയാണ് പറയാം, ഞങ്ങളുടെ കോളേജ് മുഴുവനും. ഹാപ്പി മാരീഡ് ലൈഫ്, അടിച്ചു പൊളിക്ക്. ഓൾ ദി ബെസ്റ്റ്.